സ്ഥിരം പറഞ്ഞു കേൾക്കണില്ല. ഇപ്പൊ റൊണാൾഡോ എന്ന് പറഞ്ഞത് എന്താണ് ഹാർഡ് വർക്കിന്റെ ഒരു പര്യായമാണ്. നേരെ മറിച്ച് മെസ്സി എന്ന് പറഞ്ഞ ടാലന്റിന്റെ ഒരു പര്യായമാണ്. അല്ലെങ്കിൽ മെസ്സിനെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക എന്ന് പറഞ്ഞാൽ ടാലന്റ് ആണ്. നേരെ മറിച്ച് റൊണാൾഡോനെ കാണുമ്പോൾ നമുക്ക് ഹാർഡ് വർക്കാണ് ഓർമ്മ വരിക എന്ന് പറയില്ല. അപ്പൊ അതിന്റെ ഒരു നമ്മളൊരു ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പറഞ്ഞാൽ നമുക്ക് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. മദൈറയുടെ തെരുവുകളിലൂടെ റൊണാൾഡോ എന്താണ് അടിച്ചു വരുന്ന ഒരു വീഡിയോ. അപ്പൊ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്ന പോലെ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ റൊണാൾഡോക്ക് ഒരു 12 വയസ്സൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ റൊണാൾഡോ ആ ഒരു അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ റൊണാൾഡോന്റെ അന്നത്തെ റൊണാൾഡോ കളിച്ചിരുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും നമുക്ക് വെറുതെ ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. ഈ കളിയാണ് വെച്ചിട്ട് റൊണാൾഡോ എന്ത് ചെയ്യാൻ പറ്റും, റൊണാൾഡോ എന്താ ഒരു വലിയൊരു പ്ലെയർ ആവുന്ന ആർക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, റൊണാൾഡോ അന്ന് കളിച്ചിരുന്ന ആ ഒരു 12 വയസ്സിൽ റൊണാൾഡോ കളിച്ചിരുന്നത് അന്നത്തെ സ്പോർട്ടിംഗ് ലിസ്ബൺ ജൂനിയർ ടീമിൽ റൊണാൾഡോ കളിച്ചിരുന്നു പറഞ്ഞാൽ അത്രയും ഒരു എന്താണ് ഒരു ആവറേജ് പ്ലെയറിന്റെ മുകളിൽ ഒരു എബവ് ആവറേജ് കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ ഇവൻ എവിടെയൊക്കെ എത്തുന്ന ലെവലൊന്നും ഉണ്ടായിരുന്നില്ല. റൊണാൾഡോയുടെ ഗോളുകൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിലും അങ്ങനെ സംഭവം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാ ഒരു പ്ലെയറെ ഇതുപോലെ നമുക്ക് തോന്നുള്ളൂ. എന്ന് വെച്ചാൽ മെസ്സി അപ്പുറത്ത് 12-ാം വയസ്സിൽ അല്ലെങ്കിൽ 13-ാം വയസ്സിൽ എന്താണ് ബാർസലോണ ടീമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മെസ്സിയുടെ കളി എന്ന് പറഞ്ഞാൽ നമുക്ക് കാരണം അത്ര അടിപൊളി കളിയായിരുന്നു മെസ്സിയുടെ ആ ഒരു ടാലന്റ് നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റിയിരുന്നു. മെസ്സി അന്ന് കളിച്ചിരുന്ന അതേപോലെ തന്നെ ഇന്നും കളിക്കണം, അന്ന് കളിച്ചിരുന്ന അതേ ശൈലിയിൽ ഇന്നും കളിക്കുന്നത്. അവിടെയാണ് മെസ്സി റൊണാൾഡോ തമ്മിൽ വ്യത്യാസം. അപ്പോൾ എന്താണ് പറയുക, അതായത് 12 വയസ്സിലെ റൊണാൾഡോയും 12 വയസ്സിലെ മെസ്സി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വയസ്സിലെ റൊണാൾഡോക്ക് എന്തുണ്ടായിരുന്നില്ല, കഴിവുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ റൊണാൾഡോക്ക് ഒരു ടാലന്റ് ഉണ്ടായിരുന്നില്ല. റൊണാൾഡോ ബിൽഡ് ചെയ്തെടുക്കുകയായിരുന്നു, ഹാർഡ് വർക്കിലൂടെ ബിൽഡ് ചെയ്തെടുക്കുകയായിരുന്നു. നേരെ മറിച്ച് മെസ്സി എന്താണ്, മെസ്സിക്ക് ഇൻഹെറിന്റ് ആയിട്ട് നമുക്ക് പറയാം, ഇൻഹെറിന്റ് ആയിട്ട് കിട്ടിയെന്ന് പറയില്ല, അതേപോലെ ടാലന്റ് ഓൾറെഡി മെസ്സിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ റൊണാൾഡോക്ക് അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു തേർഡ് പേഴ്സൺ വ്യൂ എടുക്കുകയാണ്, പുറത്തുനിന്ന് ഒരാളെ വ്യൂ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ വേറെ ആളാണെങ്കിലും നമ്മളിപ്പോ ഒരു ഐഡലായിട്ട് കാണുന്ന ആരാണ്, റൊണാൾഡോനാണ്. കാരണം എന്താ, റൊണാൾഡോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷനാണ്. കാരണം റൊണാൾഡോ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ എത്തിയതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മദേരയുടെ തെരുവുകളിലൂടെ എന്താണ് അടിച്ചൂരി നടന്ന പയ്യൻ ഇന്ന് ഈ ഒരു ലെവലിൽ എത്തി എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്താണ്, നമുക്ക് ഇൻസ്പിറേഷനാണ്, നമുക്ക് മോട്ടിവേഷനാണ്. അതൊക്കെ നമുക്ക് അത്രയും വലിയൊരു ഒരു വികാരം ഉണ്ടാകുന്ന സംഭവമാണ്. നേരെ മറിച്ച് മെസ്സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി ടാലന്റ് ഉള്ള ഒരു വ്യക്തി എന്താണ് ഇത്രയും ലെവലിൽ എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതൊരു ഇപ്പൊ നമ്മൾ പറയില്ല അസ്റ്റോണിഷിങ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടു വാവ് അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്ഭുതപ്പെടാൻ മാത്രമുള്ള സംഭവം മാത്രമേ ഉള്ളത്. അല്ലാണ്ട് നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് ടാലന്റ് ഇല്ല, ടാലന്റ് ഇൻഹെറന്റ് ആയിട്ട് നമുക്കില്ല. നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താണ് ഐഡൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് അവിടെ റൊണാൾഡോ മാത്രമേ ഉള്ളൂ. അതാണ് മിക്ക ആൾക്കാർ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സും അതേപോലെ തന്നെ ഓൾറെഡി ഉള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സും ഒക്കെ എന്ത് റൊണാൾഡോനെ ഐഡലായിട്ട് ചൂസ് ചെയ്യണം. കാരണം മെസ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെസ്സി ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. ഇപ്പം നമ്മൾ സാധാരണ പറയുമല്ലോ മെസ്സിസ് ഫ്രം അനദർ യൂണിവേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ മെസ്സിസ് ഫ്രം അനദർ യൂണിവേഴ്സ്. ബട്ട് റൊണാൾഡോ എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് കൊണ്ട് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു കളിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ആഡ് ചെയ്യണ്ട. തീർച്ചയായും മലപ്പുറമൊക്കെ സുൽത്താഫി പറഞ്ഞത് എന്താണ് വളരെ ശരിയായ കാര്യമാണ്. ഇപ്പോ നമുക്ക് രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം, മെസ്സി എന്ന് പറഞ്ഞ ഒരു ഏലിയൻ എന്ന് പറയാം, റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ടെർമിനേറ്റർ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓഫ് ഹ്യൂമൻസിന്റെ ഏറ്റവും ബെസ്റ്റ് വേഴ്സ് റൊണാൾഡോ. അതാണ് ക്രിസ്ത്യാനോ. ഏത് വഴിക്ക് നോക്കി കഴിഞ്ഞാലും ഹാർഡ് വർക്കിന്റെയും ഡെഡിക്കേഷന്റെ ഒരു പര്യായമാണ് റൊണാൾഡോന്റെ. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഫൺ ഫാക്ട് എനിക്ക് പറയാൻ തോന്നിയത്. റൊണാൾഡോ ഒരു ദിവസം 6 നേരം ഭക്ഷണം കഴിക്കും. റൊണാൾഡോ 4 നേരത്തെ മീറ്റ് കഴിക്കും, അതേപോലെ ഫ്രഷ് മീറ്റും അതേപോലെ നല്ല പച്ചക്കറി ഉൾപ്പെടുത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു 45 മിനിറ്റ് വർക്കൗട്ട് ചെയ്യും. ഒരുപാട് അങ്ങനെ എന്താണ് ഒരു ദിവസം എന്ന് വെക്കണ്ട. ഇപ്പൊ അയാളിപ്പോ ഇന്ന് ഈ നിമിഷം വരെ ഇത്ര പ്രായമായി, ഇപ്പൊ സക്സസ്ഫുൾ ആയി, ഇനി അയാൾക്ക് ശ്രമിച്ചൂടെ, കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പൊ സീരിയസ് കളിക്കാതിരുന്നൂടെ? അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല. ഈ നാളത്തെ മാച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ നാളത്തെ മാച്ചിന് ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യണം. ആ ഒരു മൈൻഡ് സെറ്റ് പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെയും തന്നെ ലിമിറ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പുഷ് ചെയ്യുന്നവരെ ഇവിടെ വിജയമുള്ളൂ. അതിപ്പോ എത്ര ടാലന്റ് ഇല്ലാത്തവനായിക്കോട്ടെ, ടാലന്റ് ഇല്ലാത്തവനാണെങ്കിൽ പോലും അവിടെ നമ്മളെ ലിമിറ്റ് പുഷ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിൽ എത്താൻ പറ്റും. അതിന് എർത്തിലുള്ള ഏറ്റവും ഫൈനസ്റ്റ് എക്സാമാണ് നമുക്ക് അപ്പുറത്ത് മെസ്സി. കുറച്ച് കവി പറഞ്ഞ പോലെ തന്നെ ഒരു നാച്ചുറൽ ഗിഫ്റ്റഡ് ഫുട്ബോളർ, ബ്ലസ്ഡ് ഫുട്ബോളർ എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ഫൈനസ്റ്റ് എക്സാമ്പിളാണ് മെസ്സി എന്ന് പറയും. കാരണം മൂപ്പരുടെ ആ ഒരു ഡ്രിബിളിങ്ങും അതിന്റെ പാസിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഏറ്റവും കൂടെ ഐഡിയലൈസ് ചെയ്യുക ആൾക്കാർ ക്രിസ്ത്യാനോയാണ്. കാരണം
ഓൺ ദ അതർ ഹാൻഡ് റൊണാൾഡോയാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കിംഗ് ഡെഡിക്കേഷൻ്റെ ഒരു ഉദാഹരണം. ഏറ്റവും ബെസ്റ്റ് അത്ലറ്റിന് ഏറ്റവും മികച്ച അത്ലറ്റിന്റെ ഇതിൽ ഏറ്റവും ഇതിനേക്കാളും വലിയ ഉദാഹരണം വേറെ ആർക്കും ഭൂമിയിൽ വേറെ ആരും കാട്ടിക്കൊടുക്കാനില്ല. അങ്ങനത്തെ ഒരു അവതാരമാണ് ക്രിസ്ത്യാനോ. അപ്പോ ബേസിക്കലി എല്ലാവരും റൊണാൾഡോനെ യൂസ് ചെയ്യുക. മെസ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ഐഡിയലൈസ് ചെയ്യുക റൊണാൾഡോ തന്നെയാണ്. കാരണം റൊണാൾഡോ കാണിച്ചെന്നാണ് പാത്ത് ഹാർഡ് വർക്കിംഗ് ഡെഡിക്കേഷൻ്റെ പാത്ത് ഈ യങ് അത്ലറ്റ്സ് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് റൊണാൾഡോക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളതും റൊണാൾഡോയാണ് ഏറ്റവും കൂടുതൽ ഒരു ഗ്ലോബൽ ബ്രാൻഡായി മാറിയതും അതാണ് കാരണം.